ഇന്ന് നമുക്ക് വീവ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ 6 സ്ട്രാൻഡ്സിലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. 2 കളറിലെ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സിംഗിൾ കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടും ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഹോറിസോണ്ടലും അതേപോലെ വെർട്ടിക്കൽ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹോറിസോണ്ടൽ ലൈൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് നീഡിൽ ഇവിടുന്ന് ഇതുപോലെ എടുക്കാം, എന്നിട്ട് ഇവിടെ ഇറക്കി കൊടുക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നീഡിൽ ഇതുപോലെ എടുക്കാൻ. അപ്പോൾ എവിടെയാണോ നമ്മൾ നീഡിൽ ഇറക്കി കൊടുത്തത് അവിടെ തന്നെ നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയല്ലേ നമ്മളിപ്പം നീഡിൽ ഇറക്കി കൊടുത്തത്, അപ്പോൾ നമുക്കിനി നീഡിൽ ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ഗ്യാപ്പാണോ വിട്ടിട്ടുള്ളത് അതേ ലെങ്ത്തിലുള്ള ഗ്യാപ്പ് തന്നെ ആയിരിക്കണം നമുക്കിനി തയ്ക്കുന്ന സ്റ്റിച്ചസിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഇറക്കി കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഇവിടുന്ന് നീഡിലെടുക്കാം. ഇനി ഇങ്ങോട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ഗ്യാപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ തയ്ച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെർട്ടിക്കൽ ലൈൻസാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ഞാൻ വേറൊരു കളറിലെ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നീഡിൽ ഇവിടെ നിന്ന് ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് നീഡിൽ ഓൾട്ടർനേറ്റീവായിട്ട് ഈ ലൈൻസിൻ്റെ ഇടയിലൂടെ ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് നീഡിൽ ഇതുപോലെ തിരിച്ചു പിടിക്കാം. ഈ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നീഡിൽ പാസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ അടിയിലാണ് നമ്മൾ നീഡിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഈ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെയാണ് നീഡിൽ നമ്മൾ പാസ് ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ വീണ്ടും ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ ഇതുപോലെ ഓൾട്ടർനേറ്റീവായിട്ടായിരിക്കണം നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നീഡിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടുന്ന് ഇതുപോലെ എടുക്കാം. നമുക്ക് നീഡിൽ ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ട് ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് മുകളിൽ അടിയിൽ മുകളിൽ അടിയിൽ മുകളിൽ അടിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ലൈന് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്ക്വയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര ഗ്യാപ്പാണോ ഈ സ്റ്റിച്ചസിന് വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നീഡിൽ വീവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടു, ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ വന്നപ്പോൾ ഗ്രീൻ ത്രെഡ് റോസ് ത്രെഡിൻ്റെ അടിയിലായിരുന്നു. സെക്കൻഡ് സ്റ്റിച്ച് വന്നപ്പോൾ റോസ് ത്രെഡിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത്. ഇനി വരുമ്പോൾ ഗ്രീൻ ത്രെഡ് റോസ് ത്രെഡിൻ്റെ അടിയിലായിരിക്കും വരുന്നത്. കണ്ടു, ഇതുപോലെ നമുക്ക് വീവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇവിടുന്ന് നീഡിലെടുക്കാം.
എന്നിട്ട് ഇങ്ങോട്ട് വീവ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ വീവ് സ്റ്റിച്ച് തയ്ക്കുന്നത്. വളരെ സിമ്പിളാണ് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ. ഇതിപ്പോൾ ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാതെയും ഇത് അടുപ്പിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം വീവ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്തതാണ് ഈ ഒരു സ്ക്വയർ. ഇത് നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ഫ്ലവറിന് വേണ്ടിയിട്ടും അതേപോലെ ലീവ്സിലും ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബീഡ്സ് തയ്ച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സ്ക്വയർസിൽ നമുക്ക് ഫ്രഞ്ച് നോട്ടോ ബീഡ്സോ ഒക്കെ തയ്ച്ച് കൊടുത്ത് ഭംഗിയാക്കാൻ പറ്റും. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമ്മളത് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.